ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ ഫലങ്ങളിലേക്ക് സ്വാഗതം. സനീഷ, അടുത്ത ചോദ്യങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. വെച്ചാൽ അതിലെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് കേരളം മാർക്കിടുകയാണ്. പിണറായിയുടെ പ്രവർത്തനം എങ്ങനെ എന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് എങ്ങനെ ആളുകൾ മറുപടി നൽകിയെന്ന് നോക്കാം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വളരെ നല്ലതാണ് എന്ന അഭിപ്രായം 30.10% പേർക്കുണ്ട്. നല്ലതാണ് എന്ന അഭിപ്രായം 22.70% പേർക്കുണ്ട്. ശരാശരിയാണ് പിണറായി വിജയൻ്റെ പ്രകടനം എന്ന് 25.10% പേര് പറയുന്നു. മോശമാണ് എന്ന അഭിപ്രായം 13.10% പേര് അഭിപ്രായമായിട്ട് പറയുന്നു. 9% പേർക്ക് അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള പ്രകടനം വളരെ മോശമാണ് എന്ന അഭിപ്രായമുണ്ട്. നന്നായിട്ട് നോക്കാം. ഇത് നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തകർ മാത്രമല്ല, മറുപക്ഷത്തുള്ള ആളുകളും സാഹൂതം നോക്കുന്ന ഒരു കാര്യമാണ്. പിണറായി വിജയന് വലിയ ശതമാനം ആളുകൾ അദ്ദേഹം കൊള്ളാവുന്ന നിലക്ക് പ്രവർത്തിക്കുന്നു എന്നല്ലേ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹർഷം? അല്ല, ഇതുവരെ വന്ന കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വിവിധ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സർക്കാരിനെ നയിക്കുന്നത് ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. സർക്കാർ എങ്ങനെ എന്ന ചോദ്യത്തിന് തിരക്കേടില്ല, നല്ലതാണ്, കൊള്ളാം എന്നൊക്കെയുള്ള പ്രതികരണം നൽകിയവർ. അങ്ങനെയാണെങ്കിൽ അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും അതിനൊപ്പിച്ചുള്ള ഒരു പ്രതികരണം തന്നെയാവും നൽകുക. അതാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ നല്ലത് എന്ന് 30.10% പേർ പറഞ്ഞിരിക്കുന്നു, നല്ലതെന്ന് 22.70% പേരും. അതായത് അത് രണ്ടും സത്യത്തിൽ ശരാശരിയും ആ ഒപ്പത്തിൽ പെടുത്തേണ്ടതാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ പ്രകടനം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ശരാശരി മുതൽ താഴോട്ട് മാറ്റി വെച്ച് പരിശോധിച്ചാൽ പോലും 50% മേൽ വളരെ നല്ലത് എന്നോ അതായത് നല്ലത് എന്ന് പറയുന്നവരുണ്ട് 50% മേൽ. ഇതിനകത്ത് ശരാശരി ഹർഷം പറഞ്ഞ പോലെ കാണാമെന്ന് പറയുമ്പോൾ തന്നെയും ശരാശരി മോശം എന്ന അഭിപ്രായമല്ലല്ലോ എന്ന നിലക്ക് നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ, അതായത് ഇതിനകത്തുള്ളൊരു കൗതുകം, 10 വർഷം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്ക് കേരളം പോലൊരു സ്ഥലത്ത്, അതായത് നമ്മൾ ഈ രാഷ്ട്രീയം കാണുന്ന കാലം തൊട്ട് 5 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരുന്ന ഈ സംസ്ഥാനത്ത് 10 വർഷം 2 ടേമായിട്ട് ഭരിച്ച, ഒരു കാലത്ത് വളരെ എതിർക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന പിണറായി വിജയന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ നമ്പർ വന്ന് നിൽക്കുന്നു ഒരു സർവേയിൽ എന്നത് കുറേയേറെ രാഷ്ട്രീയ കൗതുകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ. അല്ല, തീർച്ചയായും അത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു പോയ ചോദ്യങ്ങളിലൂടെ തന്നെ നമ്മളൊന്ന് കടന്നു പോയാൽ മതി. അപ്പോൾ സ്വാഭാവികമായും അത് യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം ആ ചോദ്യങ്ങളിൽ ഇപ്പോൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും, വിദ്യാലയങ്ങളുടെ കാര്യമായാലും, റോഡുകളുടെ കാര്യമായാലും, ക്ഷേമ പെൻഷൻ്റെ കാര്യമായാലും, ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതിനെയൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അതിനങ്ങനെ അത്ഭുതപ്പെടേണ്ടതില്ല. ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, സർക്കാർ തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ചെയ്യുന്നതിൽ ഇവരെത്രത്തോളം മികവ് കാണിച്ചു എന്നുള്ളതാണല്ലോ നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൽ ഇവർ മികവ് കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പ്രകടന പത്രിക ഒന്ന് അവതരിപ്പിച്ചിരുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരൊരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചു. ആ പ്രകടന പത്രിക എത്രത്തോളം അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാന ചോദ്യത്തിന് ഇവർക്ക് ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട്. അതിനകത്ത് ഒരു ലെയർ കൂടെ ആലോചിക്കാനുള്ളത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് കൊടുക്കുന്ന മാർക്കാണ്. മുഖ്യമന്ത്രി എന്ന നിലക്ക്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന നിലക്ക് കൊടുക്കുന്ന ഒരു മാർക്കാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ വിലയിരുത്തുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ അഭിപ്രായം ഒരുപക്ഷെ ഇത് തന്നെയാണെന്നില്ല. അതുകൂടെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം അടുത്ത എന്താണ് എന്ന്. പ്രതിപക്ഷ നിരയെ 5 വർഷം നയിച്ച VD സതീശൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നൊരു ചോദ്യം വന്നു. സ്വാഭാവികമായിട്ടും ഇതാ മറുപടി. വളരെ നല്ലതാണ് എന്ന് 12.30% പേര് പറയുന്നു. നല്ലതാണ് എന്ന് 20.10% പേര് പറയുന്നു. ശരാശരി എന്ന് 34.20% പേര് പറയുന്നു. മോശം എന്ന അഭിപ്രായം 19.30% പേർക്കുണ്ട്. വളരെ മോശമാണ് എന്ന് 14.10% പേർക്ക് അഭിപ്രായമുണ്ട്. ഇതിപ്പോൾ അതിനകത്ത് നമ്മളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 70% പേർക്ക് തരക്കേടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം ശരാശരി മുതൽ അങ്ങോട്ട് കൂട്ടിയാൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനത്തെ അങ്ങനെയല്ലേ കാണാൻ കഴിയൂ. അതായത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനത്തെ നമുക്ക് ശരാശരി മുതൽ തീർച്ചയായും മുകളിലേക്ക് എടുക്കേണ്ടതുണ്ട്. പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് കടന്നു പോവുക. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന വിസിബിലിറ്റി കിട്ടാവുന്ന സാധ്യതകൾ താരതമ്യേന കുറവാണ്. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം കൊള്ളാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള മാർഗങ്ങളും കുറവാണ്. പ്രതിപക്ഷം തന്നെ പലതായി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രാപ്തനായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് 34.20% പേര് ശരാശരി എന്ന് പറഞ്ഞു, 20.10% പേര് നല്ലതെന്ന് പറഞ്ഞു, വളരെ നല്ലതെന്ന് 12.30% പേര് പറഞ്ഞു. അത് മോശം കണക്കല്ല. അശ്വതി പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം പ്രതിപക്ഷ നേതാവ് മികച്ച പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തി എന്ന അഭിപ്രായമാണ് നമ്മൾ ഈ നമ്പറായിട്ട് കാണുന്നത്, ഈ ഡാറ്റയായിട്ട് കാണുന്നത്. കാരണം ഹർഷം പറഞ്ഞ പോലെ തന്നെ 34.20 എന്ന ശരാശരി എന്ന അഭിപ്രായത്തിന് അർത്ഥം
മോശം എന്നല്ല, ആരും മോശം എന്ന് കണക്കാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ ഈ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഭരണ മികവ്, ഈ പറയുന്ന എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം, വിസിബിളായിട്ട് കാണുന്ന കെട്ടിടങ്ങൾ, റോഡുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ജനത്തിന് എത്രത്തോളം, ഈ മുഖ്യമന്ത്രിയാൽ ഭരിക്കപ്പെടുന്ന ജനത്തിന് എത്രത്തോളം കൊള്ളാം എന്ന തോന്നലുണ്ടായി എന്നതാണ് പരിഗണിക്കുകയെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ അഭിനന്ദനത്തിൻ്റെയും ആ മനസ്സിലാക്കലിൻ്റെയും അത്ര തന്നെ വലുപ്പത്തിൽ ഈ ഡാറ്റയുണ്ട് എന്നാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുക. ഡാറ്റ ഇതാണെങ്കിലും. അതെ, തീർച്ചയായും. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പിണറായിയുടെയും വി ഡി സതീശൻ്റെയും ഒക്കെ ജനപ്രീതിക്ക് ജനങ്ങൾ നൽകിയ മാർക്ക് നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കണമല്ലോ. പല നേതാക്കന്മാരും പ്രതിപക്ഷത്തു നിന്ന് ആ സംവിധാനത്തെ നയിക്കുന്നവരായി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആരൊക്കെ നമുക്ക് നേരിട്ട് ഇവർ താരതമ്യം ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ളത് വി ഡി സതീശനും പിണറായി വിജയനും തന്നെയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് നോക്കാം. പിണറായി വിജയൻ വളരെ മികച്ചതെന്ന് 30.1% പേർ, വി ഡി സതീശൻ വളരെ മികച്ചതെന്ന് 12.3% പേർ, പിണറായി വിജയൻ മികച്ചത് എന്ന് 22.7% പേരും, 20.1% പേർ വി ഡി സതീശൻ മികച്ചത് എന്നും പറയുന്നു. ശരാശരി നോക്കിയാൽ 25.1% പേരാണ് പിണറായി വിജയൻ ശരാശരി ഭരണമാണ് നിർവഹിച്ചത് എന്ന് പറയുന്നത്. പക്ഷേ 34.2% പേർ വി ഡി സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവ് ശരാശരി പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 13.1% പേരാണ് പിണറായി വിജയൻ ഒരു മോശം മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്. 19.3% പേരാണ് വി ഡി സതീശൻ ഒരു മോശം പ്രതിപക്ഷ നേതാവാണെന്ന് പറയുന്നത്. വളരെ മോശം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് 9% പേര് പറയുമ്പോൾ 14.1% പേരാണ് വി ഡി സതീശൻ വളരെ മോശം ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം പറയുന്നത്. സനീഷ്, പക്ഷേ ഇത് ഈ ഡാറ്റ ഷീറ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായത്തിലേക്കാണ് എത്തുക. അതായത് ഇവർ രണ്ടുപേരും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളും ഏതാണ്ട് തുല്യാതുല്യം നിൽക്കുന്നു, സമാസമം നിൽക്കുന്നു എന്ന അഭിപ്രായമാണ് രാഷ്ട്രീയമായിട്ട് എനിക്കുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസിബിളാണ്, അദ്ദേഹത്തിൻ്റെ പ്രകടനം വിസിബിളായിട്ട് ആളുകൾക്ക് മുന്നിലുണ്ട്. അത് അത്രയ്ക്ക് വിസിബിളായിട്ടുള്ള ഫലമുണ്ടാക്കുന്ന പ്രവർത്തനമല്ല പ്രതിപക്ഷ നേതാവിൻ്റേത്. നമ്മൾ ആ ശരാശരിയിലാണ് ആ നമ്പറിൻ്റെ ഒരു സാങ്കത്യം കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഏതാണ്ട് തുല്യർ എന്ന നിലക്ക് രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നു എന്നൊരു കണക്കിനകത്ത് എടുക്കാവുന്നതാണെന്ന്. അനീഷ്, ശരാശരി എന്നുള്ളത് എങ്ങനെയാണ് അതിനെ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഭാഷയിൽ എടുത്ത് പരിശോധിച്ചാൽ ശരാശരി എന്ന് പറയുന്നത് പിണറായി വിജയനെ കണ്ട് തരക്കേടില്ല ആ തരക്കേടില്ല എന്നുള്ളത് 34% പേര് വി ഡി സതീശനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അപ്പുറത്ത് നമ്മൾ മോശവും വളരെ മോശവും, അതായത് വി ഡി സതീശൻ എങ്ങനെയുണ്ട്, മോശമാണ്, വളരെ മോശമാണ്, ഈ അഭിപ്രായം അല്ല പറയുന്നത്, തരക്കേടില്ല എന്ന് വെച്ചാൽ മോശം എന്ന അഭിപ്രായം ഇല്ലാത്ത മനുഷ്യരാണ് ഈ ഡാറ്റയിൽ നിൽക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് തരക്കേടില്ലാത്ത ഒരു വിവരമാണ് നമുക്ക് നൽകുന്നത്. ഇനിയിപ്പോൾ ലിംഗാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വിലയിരുത്തലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പിണറായി വിജയൻ എങ്ങനെയുണ്ട് എന്നുള്ളത്, കാരണം പല വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ അടക്കം എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ വിലയിരുത്തുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. അതായത് വളരെ മികച്ചതാണ് പിണറായി വിജയൻ കൊള്ളാം, നല്ല മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ സ്ത്രീകളിൽ 31.8% പേരാണ്. മികച്ചതാണ് എന്ന് പറഞ്ഞത് 24.1% സ്ത്രീകളാണ്. ശരാശരിയാണെന്ന് പറഞ്ഞത് 26.3%. മോശമെന്ന് പറയുന്നത് 11.5%. വളരെ മോശമെന്ന് പറയുന്നത് 6.3%. പക്ഷേ ഈ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനെ കുറിച്ചുള്ള സ്ത്രീകളുടെ മാത്രം അഭിപ്രായം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞിരിക്കുന്നത് വളരെ മികച്ചത് എന്നുള്ളതാണ്. അത് ഒരു കൗതുകകരമായ വിവരമാണ്. ഇനിയിപ്പോൾ പുരുഷന്മാരുടെ കാര്യം എടുത്താൽ 29.1% പുരുഷൻ പേര് വളരെ മികച്ചതെന്ന് പറയുന്നു. 21.9% പേർ മികച്ചത് എന്ന് പറയുന്നു. 24.5% പേരാണ് ശരാശരി എന്ന് പറയുന്നത്. മോശമെന്ന് പറയുന്നത് 14%. വളരെ മോശമെന്ന് 10.6% പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കണക്കെടുത്താൽ 14.3% ട്രാൻസ്ജെൻഡേഴ്സും പിണറായി വിജയൻ വളരെ മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. 57.1% പേർ മികച്ചതാണെന്ന് പറയുന്നു. 14.3% പേർ ശരാശരിയാണ് എന്ന് മാത്രം പറയുന്നു. വളരെ മോശമാണെന്ന് 7.1% പേരും വളരെ മോശമാണെന്ന് മറ്റൊരു 7.1% പേരും പറയുന്നു. ഈ കണക്ക് നോക്കുമ്പോൾ എന്താ സനീഷ് തോന്നുന്നത്? അതിൽ ഏറ്റവും വളരെ മികച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളാണ്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ ഈ അതായത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി 2 തവണ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നു എന്ന് വേണം ഈ ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് തോന്നാൻ. കാരണം സ്ത്രീകളുടെ അഭിപ്രായം എന്നത് ഇപ്പോൾ സിനിമ ഹിറ്റാക്കുക പ്രേക്ഷകരാണ് എന്നൊക്കെ പണ്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ സ്ത്രീകളുടെ അഭിപ്രായം എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാഷ്ട്രീയത്തിനകത്ത്. അതായത് രാഷ്ട്രീയത്തിലെ വളരെ വന്ന് വോക്കലായിട്ട് സംസാരിക്കുന്നില്ലാത്ത കേരളത്തിൽ ആ സംഖ്യ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും വീട്ടുകളിൽ ഇരുന്ന് ഇപ്പം യുദ്ധം ഉണ്ടായാൽ പോലും നേർക്കുനേരെ അറിയുന്ന, ഇപ്പോഴും കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് അറിയുന്ന ആളുകളിൽ വലിയ ശതമാനം
ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക് അദ്ദേഹത്തെ പിന്തുണക്കുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ മികച്ചതാണെന്ന ഈ നമ്പർ നോക്കൂ, ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ നിലക്ക് അത് മാത്രമല്ല, അതോട് ചേർത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നമ്പർ കൂടെ നമ്മൾ കാണണം. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മികച്ചത് എന്നുള്ളത് 57.1% ട്രാൻസ്ജെൻഡർ പിണറായി വിജയനെ കുറിച്ച് വിലയിരുത്തുന്നു. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക് 10 വർഷം ഭരിച്ച പിണറായി വിജയന് നമ്മുടെ നാട്ടിലെ ജനസാമാന്യത്തിനകത്ത് നല്ല ഒരു അഭിപ്രായമാണ് ഈ ദിവസം വരെ ഉള്ളത് എന്നൊരു ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എത്തിയാൽ ഈ വിഷയങ്ങളിൽ പൊതുവെ നമ്മൾ പരിഗണിച്ച വിഷയങ്ങളെ കുറിച്ച്, കാരണം ആ ചോദ്യങ്ങളിലൂടെയാണല്ലോ ഇവർ കടന്നു വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ അങ്ങനെ അത് ശരിക്കും ആ അർത്ഥത്തിൽ ഒരു അഭിപ്രായമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഇത് ചെറിയ നമ്പരല്ല. ഈ പിന്നെ എന്താണ് VD സതീശനുള്ള ഇത് പിണറായി വിജയനിലേക്ക് വരാം. VD സതീശനെ കുറിച്ചുള്ള വിലയിരുത്തൽ ലിംഗാടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ VD സതീശൻ്റെ കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൽ വളരെ മികച്ചത് എന്ന് 10.8% സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരിൽ മികച്ചത് എന്ന് 20.6%, ശരാശരി എന്ന് 36.4%, മോശമെന്ന് 20%, വളരെ മോശമെന്ന് 12.1% എന്നിങ്ങനെയാണ് VD സതീശനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാരുടെ കണക്കെടുത്താൽ 13.2% പുരുഷന്മാരും വളരെ മികച്ചതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 19.9% പേര് മികച്ചതാണെന്ന് പറയുന്നു. 32.8% പേർ ശരാശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. VD സതീശൻ്റെ കാര്യം വരുമ്പോൾ ഇതിലിങ്ങനെ തന്നെയാണ് പരിഗണിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. മോശം 18.8% പേരും വളരെ മോശമെന്ന് 15.3% പേരുമാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിൽ 21.4% പേരും വളരെ മികച്ചതെന്ന് പറഞ്ഞാൽ, അതായത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേർ വളരെ മികച്ചതാണ് എന്നുള്ളത് VD സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ പേർ ഈ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 21.4% പേർ. മികച്ചത് എന്ന് 7.1% പേരും ശരാശരി എന്ന് 35.7% പേര് പറയുന്നു. മോശമെന്ന് 21.4% പേരും വളരെ മോശമെന്ന് 14.3% പേരും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഞാൻ പറയുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാവ് നല്ല നിലക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല തരത്തിൽ ജനസ്വാധീനമുണ്ട്, നമ്മൾ ആനുപാതികമായിട്ട് എടുത്താൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞു. അതിനുള്ള കണക്കായിട്ട് തന്നെയാണ് ഞാനിത് വീണ്ടും കാണുന്നത്. കാരണം എന്താണെന്ന് അറിയാം, അതായത് നമ്മുടെ സംസ്ഥാനത്ത് 2ാം തവണയും ഭരിക്കുന്ന മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വിസിബിലിറ്റി അല്ല പ്രതിപക്ഷ നേതാവിന് കിട്ടുക. അദ്ദേഹം ഈ 5 വർഷത്താണ് പ്രതിപക്ഷ നേതാവായിരുന്നത്. നമ്മൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് വലിയ ജനസ്വാധീനവും ജനങ്ങൾക്ക് സ്നേഹവും തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടത് VS അച്യുതാനന്ദനെയാണ്. കാരണം VS അച്യുതാനന്ദൻ അക്കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലങ്ങളിലെയും അതിനു മുമ്പൊക്കെയുള്ള പ്രതിപക്ഷ നേതാക്കളെക്കാൾ കൂടുതൽ വലിയ, ഒരുപക്ഷെ ഏതെങ്കിലും മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ വലിയ പിന്തുണ കിട്ടിയ, ജനങ്ങളുടെ പ്രിയം കിട്ടിയ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതിന് കാരണം എന്താണ്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ വലിയ മുന്നേറ്റം നടത്തിയിട്ട്, അല്ലെങ്കിൽ വലിയ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് എന്നിട്ട് ആ നിലക്കുള്ള വിസിബിലിറ്റി കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവായിരുന്നു. ഒരുപാട് ദശാബ്ദ കാലങ്ങളോളമുള്ള അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു ആളുകൾക്ക്. പിന്നെ അക്കാലത്ത് ചർച്ച ചെയ്തപ്പെട്ട വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില സ്ത്രീ പ്രശ്നങ്ങളിലൊക്കെ അതിശക്തമായുള്ള നിലപാടുകൾ, ആ കാലത്ത് കുറേ കൂടെ വലുതായിട്ട് ചർച്ച ചെയ്തു വന്ന പാരിസ്ഥിതിക വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അങ്ങനെയെല്ലാം വലിയ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് ആ കാലത്തെയും പിൽക്കാലത്തെയും പ്രതിപക്ഷ നേതാക്കളെക്കാളും ആ കാലത്തെയും പല കാലങ്ങളിലെയും മുഖ്യമന്ത്രിമാരെക്കാളും കൂടുതൽ ജനസ്വാധീനം, ജനപിന്തുണ കിട്ടിയ, ജനപ്രിയത കിട്ടിയ ആളായിരുന്നു VS അച്യുതാനന്ദൻ. വലിയ തോതിൽ വിസിബിൾ കിട്ടി. പക്ഷേ ഇവിടെ VD സതീശന് മുമ്പിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇല്ല. അദ്ദേഹത്തിന് 5 വർഷം മാത്രമാണ് ഉള്ളത്. താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ്. ഈ കാലത്ത് ഇവർക്ക് എതിർക്കാൻ മാത്രമുള്ള വലിയ കുഴപ്പങ്ങൾ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടെ കാണണം. അത് നമ്മൾ കാണണം. ഈ ഇങ്ങനെ തെറ്റില്ലാതെ ഈ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സർക്കാരാണുള്ളത്. അതുകൊണ്ട് എതിർക്കാൻ കാര്യങ്ങളുമില്ല. അപ്പോൾ പിന്നെ പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കരുണാകരൻ ആന്റണി വഴക്കിടുന്ന പോലെ വഴക്കിടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് പോലും ഈ നമ്പർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നത് തെറ്റില്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അനിലിൻ്റെ ഒരു കമൻറ്റ് കൂടി ഈ ഘട്ടത്തിൽ എടുത്ത് പോകാമെന്ന് തോന്നുന്നു അല്ലേ? അനിൽ, ഇങ്ങനെയാണ് ഇതിനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കും പ്രതിപക്ഷ നേതാവിലേക്കും എത്തുമ്പോൾ നമ്മൾ ഈ കടന്നു വന്ന ചോദ്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകാമോ ഈ ഉത്തരം നൽകിയവർ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ചോദിച്ച ഒരു സീക്വൻസ് ആയിട്ടുള്ള ചോദ്യാവലി പരിശോധിക്കുമ്പം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഉത്തരങ്ങൾ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രതികരണം എടുത്തു കഴിഞ്ഞാൽ ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രകടമായ ഒരേ ഒരു മുഖമാണ് എന്ന രീതിയിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് പെട്ടെന്ന് വിലയിരുത്തലിന് വിധേയമാക്കാൻ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്ക് കഴിയും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് ഒരു നേതാവല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾക്കായിരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി നന്നായി വിലയിരുത്താൻ കഴിയുക. അതാണ് ഇവിടെ ഞാൻ പരിശോധിച്ചപ്പം
ഈ സ്ത്രീ പുരുഷ നിലപാടുകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ലിംഗാധിഷ്ഠാനത്തിലുള്ള പ്രതികരണങ്ങളിൽ കാണുന്ന ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നൊരു പ്രധാന കാര്യമാണ്. പ്രതിപക്ഷത്ത് നിരവധി നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി വിലയിരുത്തണമെങ്കിൽ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കലി സൂക്ഷ്മതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തനങ്ങളെ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും കഴിയുക. അപ്പോൾ പ്രതിപക്ഷ രംഗത്ത് നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആ നേതാക്കന്മാരെ എല്ലാം ചേർത്ത് ഇതിപ്പോൾ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ നമ്മൾ വിലയിരുത്തുമ്പം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഒറ്റ അടിക്ക് തന്നെ വിലയിരുത്താൻ കഴിയും. പക്ഷേ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രമായിട്ട് വിലയിരുത്താൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധി ഈ പ്രതികരണം നടത്തിയവർക്കുണ്ടെന്നാണ് ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത് ഇത് വീടുകളിൽ നിന്ന് ശേഖരിച്ച ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും അവർ പലരും പ്രതികരിച്ചിട്ടുണ്ടാവുക. അതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വീടുകളിൽ ഈ മുഴുവൻ ഡാറ്റയും ആ കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടില്ല. എല്ലാ ഡാറ്റയും ഇതൊന്നും വഴിയിൽ നിന്ന് ആളുകളോട് പോയി മനസ്സിലാക്കിയിട്ടുള്ളതല്ല. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ല. കാരണം എത്രയും പെട്ടെന്ന് വിവരങ്ങൾ ആളുകളെ അറിയിക്കുക എന്നുള്ള മട്ടിൽ നമ്മളങ്ങ് തുടങ്ങി വെച്ചു. അതുകൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈ ഡാറ്റ വീടുകളിൽ ചെന്ന് ശേഖരിച്ചതാണ്, വീടുകളിൽ നേരിട്ട് ചെന്നിട്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയതയെക്കുറിച്ച് ഒന്ന് ചോദിക്കുക. അതായത് അനിലിതിപ്പോൾ പല സർവേകളും നടക്കുന്നത് ഈ ചെറിയ ചെറിയ അങ്ങാടികളിലും കൂട്ടമായിട്ട് നിൽക്കുന്ന ആളുകളോടും ഒക്കെ ചോദിച്ചിട്ടാണല്ലോ. അതും ഒരു അഭിപ്രായം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ വീടുകളിൽ നേരിട്ട് പോയിട്ട് വീടുകൾക്കകത്തുള്ള ആളുകളോട് വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ സ്പോട്ട് ചെയ്ത് അവിടെ ചെന്ന് ആളുകളെ കണ്ട് സംസാരിക്കുന്നതിലെ ഈ മെത്തഡോളജിക്കലായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത് കുറച്ചുകൂടി ഉത്തരവാദിത്തമായിട്ടുള്ള കുറച്ചുകൂടി ഗൗരവതരമായിട്ടുള്ള പ്രതികരണം അവരിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ആളുകളുടെ നിന്ന് അഭിപ്രായങ്ങൾ തേടുമ്പം അടുത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കപ്പെട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് അനുകൂലമായിട്ട് പറയുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അതിനുള്ള വൈകാരിക പ്രതികരണ രീതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ എതിർത്ത് പറഞ്ഞേക്കാം. അത്തരത്തിലൊരു വൈകാരിക പ്രകടനങ്ങളായിരിക്കും കൂടുതലും ഈ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ പുറം സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ എടുക്കുന്നത്. ഇതിപ്പോൾ വീടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം യാതൊരു വിധത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. ഈ സർവേ ചോദ്യാവലി പൂരിപ്പിക്കാൻ ചെല്ലുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സായിട്ട് ആളുകൾ അപ്രതീക്ഷിതമായിട്ടാണ് കുടുംബങ്ങളിൽ എത്തുന്നത്. അവർ പരിചയപ്പെടുത്തിയതിന് ശേഷം ഒരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് അവർ ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള കുറച്ചുകൂടി ഉത്തരവാദിത്തോടു കൂടിയൊരു വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സൂക്ഷ്മത ഒരുപക്ഷെ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു കവലകളിൽ നിന്നോ ശേഖരിക്കുന്ന ഡേറ്റയ്ക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ആ ഡേറ്റയുടെ സൂക്ഷ്മതയാണ് ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന കൃത്യമായി അവിടുന്ന് മാത്രം ശേഖരിക്കുന്ന ഈ പ്രതികരണങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരാവുന്നൊരു മറ്റൊരു സംശയം, ഇപ്പോൾ ഒരു വീട് അത് പരമ്പരാഗതമായിട്ട് CPM അനുകൂലിക്കുന്നതോ BJP അനുകൂലിക്കുന്നതോ കോൺഗ്രസിന് അനുകൂലിക്കുന്നതോ ആണെങ്കിൽ അവിടെ നമ്മൾ ഒന്നിലേറെ ആളുകളുടെ അഭിപ്രായങ്ങൾ തേടിയാൽ സ്വാഭാവികമായിട്ടും ഒരേ രാഷ്ട്രീയ നിലപാടുള്ള അഭിപ്രായം വരില്ലേ എന്നതായിരിക്കും. അത് ഒന്ന് വിശദീകരിച്ച് കൊടുക്കണമല്ലോ. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത വീടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ വരാം. കാരണം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒരേ സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ മെത്തഡോളജി പരിശോധിക്കുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്തടുത്ത വീടുകളൊന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ ഡേറ്റ ശേഖരിച്ചിരിക്കുന്നത്. കാര്യം തൊട്ടടുത്ത വീടുകളിലേക്ക് പോകാതെ ഒരു വാർഡിൽ നിന്ന് 20 വീടുകൾ സെലക്ട് ചെയ്യുമ്പം അതിനകത്ത് കൃത്യമായ റാൻഡംനെസ് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ മെത്തഡോളജിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പം ഈ മുൻവിധി നമുക്ക് ഒഴിവാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സ്വാധീനം അടുത്ത് നിൽക്കുന്ന ആളുടെ സ്വാധീനം നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അതോടൊപ്പം ചേർത്ത് ഒരു കാര്യം കൂടി പറയാം ഹർഷ. അതായത് നമ്മളിപ്പോൾ 60% മുകളിലുള്ള ആളുകളുടെ അഭിപ്രായവും 18% മുകളിലുള്ള ആളുകളുടെയും ചെറുപ്പക്കാരുടെയും വയോജനങ്ങളുടെയൊക്കെ കണ്ടു. ഇതെല്ലാം ഒരു വീട്ടിലുള്ള ആളുകളല്ല. ചെറുപ്പക്കാരായിട്ട് അഭിപ്രായം രേഖപ്പെടുന്ന ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അഭിപ്രായം രേഖപ്പെടുന്ന ആളുകളാണ്, ഒരേ വീട്ടിലുള്ള ആളുകളെ അല്ല. അതെ, നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ സർവേയുടെ മറ്റു വിവരങ്ങളിലേക്ക് തിരിച്ചു വരാം.